ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനം ഉണ്ടല്ലോ, ആ യുവതീ പ്രവേശം വന്ന് ഒരു ദിവസം നമ്മുടെ പമ്പയിൽ രണ്ട് പേര് വരുന്നു. അവർ ഞങ്ങൾ വാർത്തകളെന്ന് പറഞ്ഞത് SC കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് വരുന്നത്, മലയിൽ കയറാൻ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങളിങ്ങനെ സന്നിധാനത്ത് ഇരിക്കുകയാണ്, വലിയ പോലീസ് സന്നാഹമുണ്ട്, എന്തായാലും അവരെ കയറ്റും എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് കുറച്ച് പ്രവർത്തകരുള്ളൂ, ബാക്കി എല്ലാവരും പോലീസ് അറസ്റ്റ് ചെയ്യും. എന്ത് ചെയ്യണം എന്ന് ആകെ ഒരു അങ്കലാപ്പിലാണ്. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും ശരിയാണ്, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടയിൽ പോയി തൊഴുതതിന് ശേഷം താഴേക്ക് ഇറങ്ങി നമുക്ക് ആ നടപ്പന്തലിൻ്റെ അവിടെ നിൽക്കാം, വരട്ടെ അപ്പോഴേക്കുള്ള സാഹചര്യം പോലെ ചെയ്യാം, ആ കോൺഫിഡൻസ് നമുക്ക് പോകാൻ ഫേസ് ചെയ്യാം, സാമാന്യ ചങ്കൂറ്റമാണല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉള്ള ആൾക്കാരെയും വിളിച്ചുകൊണ്ട് നമുക്കവിടെ നിൽക്കാം, വരുന്നത് വരട്ടെ നോക്കാം, എന്തായാലും അവരിവിടെ കിടക്കില്ല, നിങ്ങൾ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്. അന്ന് അദ്ദേഹം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ആ കോൺഫിഡൻസിൽ ഞങ്ങളവിടെ പോയി. അവിടെ പോയി നിന്നപ്പോഴാണ് വാർത്ത വരുന്നത്, പമ്പയിൽ ഭയങ്കര മഴയാണ്, മുകളിലേക്ക് കയറാൻ സാധിക്കില്ല, ഇത്രയും പോലീസിനും വനിതകൾക്കും കൂടെ കയറാൻ സാധിക്കില്ല, അതുകൊണ്ട് പോലീസ് അവരുടെ യാത്ര മാറ്റിവെച്ചു എന്ന് കാണുന്നത്. എനിവേ അല്ലെങ്കിലും ഞങ്ങൾ ഫേസ് ചെയ്യാമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് ഒരു പൊളിറ്റീഷ്യന്, പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ്? താങ്കൾ പൊതുവേ ഇപ്പം BJPയിലെ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ പൊതുവേ താങ്കൾ സുരേന്ദ്രൻ ജിയോടും മുരളീധരൻ ജിയോടൊക്കെ കൂടുതൽ അടുപ്പം പുലർത്തിയ ഒരു നേതാവായിട്ട് പറയാറുണ്ട്. അത് എല്ലാവരോടും ഉണ്ട്. ഇപ്പോൾ VK കൃഷ്ണദാസായിരുന്നാലും കുമ്മൻരാജനായാലും ശ്രീരംപിള്ള സാറായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മത്സരിക്കാൻ വന്നപ്പോൾ ഞാനായിരുന്നു ജില്ലാ പ്രസിഡന്റ്. ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ മേയറാവുന്നത്. അപ്പോൾ അടുപ്പവും വ്യക്തിബന്ധവും ഒക്കെ തന്നെ എല്ലാ നേതാക്കന്മാരുമായിട്ടും നന്നായിട്ടുണ്ട്. പിന്നെ K സുരേന്ദ്രൻ സംസ്ഥാന യുവമോർച്ച പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞങ്ങൾ യുവമോർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 10-15 വർഷം നമ്മൾ ഒരുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ തന്നെ ഒരു മാധ്യമത്തിൽ അംഗമായിട്ട് ഒരു 15 വർഷം 20 വർഷം ഒരു പ്രവർത്തകനോ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയബന്ധമുണ്ട്. അതിപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 45 ദിവസം ഞങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. ആ ഒരു ഹൃദയബന്ധം ഓരോരുത്തരുമായിട്ട് ഓരോ രീതിയിൽ എത്രത്തോളം നമ്മൾ അടുത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത്രത്തോളം ബന്ധം ശക്തമാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അനുകുമാരി ഈ നഗരപിതാവിൻ്റെ കുപ്പായ അണിയിച്ചു. അപ്പോൾ താങ്കളുടെ മനസ്സിൽ വന്ന ഒരുപാട് ഓർമ്മകളുണ്ടാവും, ഒരുപാട് ചിലരോടൊക്കെ കടപ്പാട്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖം മനസ്സിൽ ഒരു കടപ്പാടോടുകൂടി ഓർക്കുന്നുണ്ടെങ്കിൽ അതാരാണ്, അല്ലെങ്കിൽ പലരാണോ? ഞാൻ ഇന്നലെ തന്നെ അവിടെ സംസാരിച്ചപ്പോഴേക്കും മേയർ പദവിയിൽ എത്തിയതിൻ്റെ പശ്ചാത്തലം സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞല്ലോ അവിടെ, അതായത് 2020 എന്നോട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ആവശ്യപ്പെട്ടു. 2025 ആയപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി വീണ്ടും അതേ ആവശ്യം ഉന്നയിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു സ്നേഹപൂർവ്വമുള്ള നിർബന്ധമായിരുന്നു ഈ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഇടയാക്കിയത്. 2020 മത്സരിക്കാൻ വേണ്ടി സുരേന്ദ്രൻജി പറയുമ്പോൾ അന്ന് മേയർ സ്ഥാനം വനിതയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം വനിതയായിരിക്കും മേയർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ നമ്മൾ ഭരണത്തിലെത്തിയേക്കാം, നമ്മൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ സീനിയർ നേതാക്കന്മാർ ഭരണത്തിലുള്ള സംവിധാനത്തിൽ ഉള്ളിലുണ്ടാകണം. ഏത് പദവി എന്നുള്ളത് ഇമ്മറ്റീരിയലാണ്, ഏത് പദവിയിലായാലും നമുക്ക് നടപ്പിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ടീം ഉണ്ടാകണം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഭരണത്തെക്കാൾ നല്ല പ്രതിപക്ഷമാവാൻ, അത് ഒരു കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷത്തിന് ഇത്രത്തോളം റോളുണ്ടെന്ന് രാജ്യത്ത് തന്നെ തെളിയിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷ നിരയ്ക്ക്, അത് ഞാൻ മാത്രമല്ല, നമ്മുടെ P. അശോക് കുമാർ സാറ്, കരമന അജിത്ത്, ചെമ്പഴന്തി ഉദയൻ, MR ഗോപൻ, അഡ്വക്കേറ്റ് ഗിരികുമാർ, സിമി ജ്യോതിഷ്, ഇങ്ങനെ നല്ല അനുഭവ സമ്പത്തുള്ള ഒരു നിരയുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തുകൊണ്ടുവരാൻ സാധിച്ചത്.